മോർണിംഗ് ഗായ്സ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരുപാട് വൈകി. പക്ഷേ എനിക്കിന്ന് വീഡിയോ ഒക്കെ എടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ ഐസ് വാട്ടർ എടുത്ത് ഇങ്ങനെ ഫേസിലിങ്ങനെ വെച്ചു. അങ്ങനെ അതാവുമ്പോൾ എൻ്റെ ആ ഉറക്കശൈനും എൻ്റെ നെർവസ് സിസ്റ്റമൊക്കെ ഒന്ന് കാമാവുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ ഞാൻ ചിയാ സീഡ് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചൊരു ലൈം ജ്യൂസ് അതിലാക്കിയിട്ട് കുടിച്ചു. ഈ മഞ്ഞത്താറാവിൻ്റെ ടോം ആൻഡ് ജെറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ മലയാളം പഴയ മൂവീസ് കാണാറുണ്ട്. ഉത്തരം പറഞ്ഞൊരു മൂവിയാണ് കണ്ടത്. ഞാൻ KPSC എക്സാംസിനാണ് പഠിക്കുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാൻ കുറേ ടൈം എടുക്കും. പക്ഷേ ടോട്ടൽ സിലബസിൽ നിന്ന് 1% അല്ലെങ്കിൽ 1.1 എങ്കിലും കുറയുമല്ലോ നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ നോക്കാറില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും കുറച്ച് പഠിക്കാറുണ്ട്. എനിക്ക് പടം വരയ്ക്കാനും അതുപോലെ ജേർണൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതിലൊന്നും എക്സ്പേർട്ടല്ല. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ പടം വരയ്ക്കുന്നു, ജേർണൽ ചെയ്യുന്നു, അപ്പോഴൊക്കെ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് കാം ആവാറുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഈ ബോക്സിലാണ് ഞാൻ എൻ്റെ വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ല എന്ന് ആരോ പറഞ്ഞിട്ടില്ലേ. അതുപോലെ എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കാം ഫീലിംഗ് ആൻഡ് ഒരു ഫ്രഷാണ്, മൈൻഡ് ഫ്രഷ് ആവും. സോ ഞാനത് ചെയ്യും. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് നല്ല ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ടെന്ന്. അതായത് നമ്മൾ കാണുന്ന പോലെ ഒരു മനുഷ്യനായിരിക്കണം, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ഉടൽ ഇത്ര വലുപ്പം ഉണ്ടാവണം, കൈ ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതിന് അതിൻ്റേതായിട്ടുള്ള ഓരോ ഭംഗിയും ആസ്തറ്റിക്സും ഉണ്ടല്ലോ. ഗിബ്ലി ആനിമൽസിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ടൊട്ടോരോനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. സോ എനിക്ക് ടൊട്ടോരോനെ ഒന്ന് വരയ്ക്കണം എന്ന് തോന്നി. ഞാനത് ഭയങ്കര പെർഫെക്റ്റായിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വരയ്ക്കുന്ന എല്ലാത്തിലും ഭംഗിയുണ്ടാവും. ഇതിൽ 38 അക്രൈലിക് മാർക്കേഴ്സ് ഉണ്ട്. എനിക്ക് മീഷോന്ന് ഞാൻ 350 രൂപയ്ക്ക് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിക്കുമ്പോഴും ഡ്രോ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറേ സ്പെക്സിൻ്റെ കളക്ഷനുണ്ട്. ഞാൻ അപ്പൂനും സ്പെക്സ് വെച്ച് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവനിങ്ങനെ സ്പെക്സ് വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി ഹാപ്പി ആവാൻ. മൊബൈലിൽ ചാർജൊന്നുമില്ല. സോ പവർ ബാങ്ക് വേണം. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് എവിടെയെന്ന് പറഞ്ഞിട്ട് അലറിക്കൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തു പോയി. ഞങ്ങൾ സുക്കോയിലേക്കാണ് പോകുന്നത്. സുക്കോയോ കൊച്ചിയിലുള്ളൊരു ക്രാഫ്റ്റ്സിൻ്റെ കടയാണ്. ഫസ്റ്റ് ഫ്ലോർ മൊത്തം ജേർണൽസിൻ്റെ സംഭവങ്ങളായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിറയെ സ്റ്റാഫ്സ് ഉണ്ട്. സോ നമ്മൾ തന്നെ ഇങ്ങനെ, അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ആൻസൈറ്റി കാരണം ഞാനിങ്ങനെ ഓക്കെ എനിക്ക് ഇങ്ങനെ പേടിയായി കുറേ ആൾക്കാരെ കണ്ടപ്പോൾ. പക്ഷെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കുറേ ജേർണൽ ഐറ്റംസ്, വാഷി ടേപ്സ്, സ്റ്റിക്കേഴ്സ്, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പെന്നാണ്. കുറേ ജേർണൽ ബുക്സ് ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമുള്ള കവർ പേജസ് ഒക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ എന്താ മേടിക്കണ്ടേന്ന് ആലോചിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഈ ഒരു ജേർണലിൽ പല കളേഴ്സാണ്. എനിക്ക് എല്ലാ കളറും ഇഷ്ടമായി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ആപ്പിൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ആപ്പിളിൻ്റെ ആസ്തറ്റിക്സ്, പിൻട്രസ്റ്റിലൊക്കെ ആപ്പിളിൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്ലോർ മൊത്തം ഹോം ഡെക്കേഴ്സും ക്യൂട്ട് ഐറ്റംസ്, കപ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു.
പിന്നെ അവിടെ പ്ലഷീസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്ക്വീസ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഈ ഓറഞ്ചിനെ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ ഈ ഹോം ഡെക്കർ പോലത്തെ കുറേ കപ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ആൻസൈറ്റി കാരണം ഞാൻ ആ കപ്പൊന്നും അവിടെ നിന്ന് എടുക്കാൻ പോലും പേടിയായിരുന്നു. കാരണം പിടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ സ്ട്രോബെറി, ആപ്പിള്, ബനാന അതൊക്കെയാണ്. സോ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാണ് അതൊക്കെ എടുത്ത് നോക്കിയത്. ഭയങ്കര വലിയ കപ്പുകളായിരുന്നു. ക്രാഫ്റ്റ് ഐറ്റംസും ക്യൂട്ട് സ്റ്റേഷനറീസും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനിങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരും, ഇങ്ങോട്ട് പോയി നോക്കാമെന്നൊക്കെ. എവിടെയായാലും എന്നെ കൊണ്ടുപോകും എൻ്റെ പാർട്ട്ണർ. അത് ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കട്ട്ലേറ്റും കട്ടണം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കണ്ടിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഞാൻ ഒരു വെജ് കട്ട്ലേറ്റും അവനൊരു ചിക്കൻ കട്ട്ലേറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്ന കാരണം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് നമുക്ക് കൊണ്ടുതരിക. അപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന കാരണം ഭയങ്കര ചൂടായിരുന്നു. എനിക്ക് ചിക്കൻ കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് കഴിച്ചു. ഞങ്ങൾ നിൽക്കുന്ന ഈ വീടിൻ്റെ മുകളിലത്തെ ഭാഗത്താണ്. ആ വിൻഡോ കാണുന്നില്ല, അവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്റ്റെയർസ് കയറിയിട്ട് വേണം ഞങ്ങളുടെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞാനിതൊക്കെയാണ് സുക്കോയൊന്ന് വാങ്ങിയത്. ഈ ഷീറ്റ് വാങ്ങി കുറോമിയുടെ, പിന്നെ ഈ സ്റ്റിക്കർ വാങ്ങി, ഒരു റെഡ് പെയിൻറ്റും വാങ്ങി. എൻ്റെ റെഡ് പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലേ മോൾഡ് വാങ്ങി. പിന്നെ ഈ സംഭവം കൂടി വാങ്ങി, ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് എരിവുള്ളത് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. എനിക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കണ്ണാട വെച്ചിട്ട്. മധുരക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി. ഇന്ന് ഞാൻ മേടിച്ച സംഭവങ്ങളൊക്കെ വെച്ച് ജേർണൽ എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് നാൾ ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ സഫർ ചെയ്തിട്ട് എനിക്ക് സാധാരണ ലൈഫ് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതും വ്ളോഗ്സ് ചെയ്യുന്നതും. എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അതൊക്കെ ചെയ്യൂ.